പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം ത്രയോദശോധ്യായ. നാരദ ഉവാച കൽപസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷത ഗ്രാമൈകരാത്ര വിധിനാ നിരവേക്ഷശ്ചരൻ മഹിം. മാത്രാവശേഷത എന്നാണ് ഇവിടെ എൻ്റെ പുസ്തകത്തിലുള്ളത്. മറ്റേതിൽ മാത്രാവശേഷിത എന്ന രണ്ട് ഏതാണ് ഇതിൽ ശരിയെന്നറിയില്ല. ശരീരം മാത്രം ശേഷിച്ചവനായി എന്നാണ്. ദേഹമാത്ര അവശേഷത എന്നാണ്, ശേഷിച്ചവനായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഏവം കൽപ്പതു, അതായത് സാധന ചെയ്യുന്നൊരു വാനപ്രസ്ഥൻ ഇങ്ങനെയാണ് ആ ശരീരം മാത്രം ശേഷിച്ചവനായിട്ട് നിരപേക്ഷ, ഒന്നിലും ആസക്തി ഇല്ലാത്തവനായിട്ട് പരിവ്രജ്യ സന്യസിച്ചിട്ട് ഗ്രാമൈകരാത്ര വിധിനം, ഒരു ഗ്രാമത്തിലെ ഒരു രാത്രി മാത്രമേ തങ്ങൂ എന്നുള്ളൊരു വിധിയോട് കൂടിയിട്ട് മഹീം ചരയിൽ ഭൂമിയിൽ അങ്ങനെ ചുറ്റി സഞ്ചരിക്കണം എന്നാണ് വിധി. അതായത് വാനപ്രസ്ഥം കഴിഞ്ഞുള്ള സന്യാസത്തിലേക്കുള്ള പോക്കാണത്. എങ്ങനെയാണ് സന്യാസം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ സന്യാസം വാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു സാധന മാത്രമാണ്. ആ ശരീരത്തിനെ തവിപ്പിച്ചുകൊണ്ട് സന്യാസത്തിലുണ്ടായ മാത്രമേ അവസാനം എല്ലാം ത്യജിച്ച് മനസ്സുകൊണ്ട് ത്യജിച്ചാൽ മാത്രമേ ആ മുക്തി വരൂ. അതിന് സന്യാസം തന്നെ വേണമെന്നാണ് ഇനി പറയാൻ പോണ സന്യാസത്തിൻ്റെ ധർമ്മങ്ങൾ. ബിഭ്രിയസൗവാസ കൗബീനാച്ഛാദനം പരം രക്തം നദണ്ഡലിംഗാദേരഞ്ഞൽ കിഞ്ചിതനാപതി യതിവാസ ബിഭ്രിയാൽ. അതായത് ഈ സന്യാസിയെ അവൻ തീരുമാനിച്ചുള്ള ഈ വാനപ്രസ്ഥൻ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അസൗ ഇദ്ദേഹം പരം ഏറിക്കഴിഞ്ഞാൽ വസ്ത്രം ചെറുതായിട്ട് ധരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഈ നഗ്നത മറയ്ക്കാൻ വേണ്ടി. കൗബീനാച്ഛാദനം, ഒരു കാഗോതമാനും അതുമാണ് കൗബീനം ധരിക്കാം. പിന്നെ ദണ്ഡലിംഗാദേ, ദണ്ഡം കമണ്ടലും മുതലവയിൽ നിന്ന് ത്യാജ്യമായിട്ട് വേറൊന്നും ആപത്തില്ലാത്ത സമയത്ത് കയ്യിൽ പാടില്ല എന്ന് പറയുകയാണ്. അതായത് വേറൊന്നും പരിഗ്രഹം പരമാവധി എന്നിട്ടോ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിക്കുക. ദിഗംബരത്വമാണ് സന്യാസമാണ് സ്വീകരിക്കാൻ വേണ്ടത്. അതല്ല നിനക്ക് കേവലം ഒരു കൗബീന മാത്രം കാണിച്ചാൽ ധരിക്കാമെന്ന് പറയുകയാണ്. ആപൽക്കാലം ഒഴിച്ചുള്ള മറ്റവസരം, അതായത് ആപൽക്കാലം നല്ല തണുപ്പ് കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല കമ്പിളിയോ കടക്കാളോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്നല്ലാണ്ട് സാധാരണ രീതിയിൽ ദണ്ഡവും കമണ്ടലും മാത്രമേ കയ്യിലെടുക്കാൻ പാടൂ. ഈ സന്യാസിമാരിലെ പരമഹംസനും അവധൂതനും ദിഗംബരത്വമാണ്. പിന്നെ കുടീചകാദികൾക്ക് വസ്ത്രമുണ്ട്. അങ്ങനെ പിന്നെ ഈ സ്വീകരിക്കുന്ന സന്യാസക്രമം പോലെ ആകാം. അവനവൻ്റെ വസ്ത്രം ദിഗംബരനാവാം, അല്ലെങ്കിൽ കൗബീൻ ഉടുത്തിട്ടാവാമെന്ന് പറയുകയാണ്. പിന്നെ വേറെ ചിലർ ദണ്ഡ കമണ്ടലിക്ക് പുറമെ മെതിയടി, അതുമാതിരി യോഗഗ്രന്ഥങ്ങൾ, ഭിക്ഷാപാത്രം ഇതും അനുവദനീയാണെന്ന് പറയാറുണ്ട്. അതൊക്കെ വേറെ ഓരോരോ സ്മൃതികളിലും അതുമാതിരി ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നതാണ്. ഏക ഏവചരേൽ ഭിക്ഷു ആത്മാരാമോനവശ്രയ സർവഭൂതസുൽശാന്തോ നാരായണ പരായണ. എന്നാൽ ഏതൊക്കെ ഇതായാലും ഈ ഭിക്ഷു സന്യാസി എന്ത് ചെയ്യണം? ആത്മാവിൽ മാത്രം ആനന്ദം കണ്ടുകൊണ്ട് അതായത് ആത്മാരാമനായിട്ട് ഒന്നിലും അനവാശ്രയ, ഒന്നിനും ആശ്രയില്ലാത്തവനായിട്ട് സർവഭൂത സുഹൃൽ, അതേ സമയത്ത് സകല പ്രാണിജാലങ്ങളോടും സുഹൃൽ ഭാവത്തോടെയും ശാന്തനായിട്ടും നാരായണപരായണ ഭഗവത്പരനായും ഏകനായും അങ്ങനെ സഞ്ചരിക്കണം. പശ്യേതാത്മന്യതോ വിശ്വം പരേ സദസതോമ്യയേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയേ. സദസത പരേ, അതായത് സത്തിനും അസത്തിനും ഉപരിയായിട്ട്, അതിന് മീതെയായിട്ട് അവ്യയെ വ്യയശീല തീരില്ലാതെയുള്ള ആത്മാവില്, അവ്യയായിട്ടുള്ള പരമാത്മാവില് അത് ഈ വിശ്വത്തെയും സത്തും അസത്തും ചേർന്ന സദസന്മയേ
വിശ്വത്തിൽ സർവത്ര ആത്മാന ഈ പ്രപഞ്ചത്തിലെല്ലാം പരമാത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നതിനായിട്ടുള്ള പരബ്രഹ്മത്തെയും കാണണമെന്ന് പറയുകയാണ്. അതായത് പരബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചത്തിനെ ആത്മാവിൽ വിശ്വത്തിനെ മുഴുവൻ കാണണം. അതേപോലെ ഈ വിശ്വത്തിലെ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് അതിലെല്ലാം ആത്മാവാണെന്ന് അറിഞ്ഞിരിക്കുന്ന ആ ബോധവും ഉണ്ടായിത്തീരണം. അങ്ങനെ സുപ്തപ്രബോധയോ സന്ധാവാത്മനോഗതി ആത്മദൃക് പശ്യൻ ബന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുത. ആത്മദൃക് അങ്ങനെ ആത്മജ്ഞാനിയായിട്ടുള്ള സന്യാസി സുപ്തപ്രബോധയോ സന്ധൗ, അതായത് ഉറക്കത്തിൻ്റെയും ആ ഉണർന്ന ആ അവസ്ഥയുണ്ടല്ലോ അതിൻ്റെയും ആ സന്ധിപ്പിൽ ഉണ്ടാകുന്ന തൻ്റെ ഗതിയും പശ്യൻ തൻ്റെ ആ അവസ്ഥയെ കണ്ടുകൊണ്ട് ബന്ധം മോക്ഷം ച ബന്ധം എന്നും മോക്ഷം എന്ന് പറഞ്ഞും ഇതെന്താണെന്നുള്ളത് വെറും മായയാണെന്ന് കൽപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇല്ലാതാണെന്ന് അറിയണമെന്ന് പറയുകയാണ്. അതായത് ജീവാത്മാവിൽ പരമാത്മാവിനെയും പരമാത്മാവിൽ ജീവാത്മാവിനെയും ദർശിക്കണം എന്നാണ് ആ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ജീവാത്മാവ് ബന്ധനും പരമാത്മാവ് മുക്തനായിരിക്കും. ഈ പരസ്പരമായിട്ടുള്ള വർത്തിത്വം അസംഗത അല്ലേ എന്നുള്ള സംശയം ഉണ്ടാവാം. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന അവസ്ഥ പറയണത്. ഉറക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബന്ധനാണ്, ഉണരൽ എന്ന് പറഞ്ഞാൽ മോചനവും. ആ മുക്തമായിട്ടുള്ള ജാഗ്രത അവസ്ഥയ്ക്ക് ഈ അതായത് ഈ സ്വപ്നാവസ്ഥ ഉറക്കത്തിനുള്ള അവസ്ഥ ബന്ധനാണ്. പക്ഷേ ആ ബന്ധനം കേവലം ഒരു തോന്നൽ മാത്രമല്ലേ. അതുമാതിരി ജീവാത്മാവിൻ്റെ ബദ്ധാവസ്ഥയും ഇങ്ങനെ ഈ മിഥ്യ കൊണ്ട് ആരോപിച്ചാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ബോധത്തോടു കൂടിയിട്ട് വ്യത്യാസം ഇല്ല എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിന് ഈശ്വരനെയും ഈശ്വരന് പ്രപഞ്ചത്തിനെയും ദർശിക്കണം എന്നാണ് ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളുടെ അർത്ഥം. നാവിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വസ്യ ജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം. ധ്രുവം മൃത്യും, അതായത് ഏറ്റവും വാസ്തവമായിട്ടുള്ളത് എന്താണ്? മരണം. അതിനെയോ അധ്രുവം യാതൊരു ഉറപ്പുമില്ലാത്ത ആസ്യ ജീവിതം വാ ഈ തൻ്റെ ജീവിതത്തിനെയോ പറ്റി അഭിനന്ദി അതിനെ ഗൗനിക്കരുത് പറയാണ്. അതായത് ഈ ജീവിക്കുന്നുള്ള ജീവൻ എന്നുള്ളതല്ലോ അത്ര ഗൗരവ, കാരണം എന്നാ അത് വീഴുക എന്നറിയില്ല. അതുകൊണ്ട് ഇതിനെ അത്ര ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേമാതിരി തന്നെ മരണത്തിനെ പറ്റി പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഉറപ്പായിട്ടുള്ള വസ്തുവാണ്. എന്നിട്ട് അതുകൊണ്ട് അതിനെ ഗൗനിക്കരുതെന്ന് പറയുകയാണ്. ഭൂതാനാം പരം കാലം പ്രതീക്ഷേത, അതായത് എല്ലാ ജീവജാലങ്ങൾക്കും സർവോപരിയായിട്ടുള്ള കാലം എന്നത് ഏതോ അതിനെ പ്രതീക്ഷിച്ചിരിക്കുക തന്നെ വേണം. അവനുടെ കാലം വരുമ്പോൾ അതാത് രീതിയിലൊക്കെ നടക്കുന്നുള്ള ഭാവത്തിൽ നാസശാസ്ത്രേഷു സജ്ജേത നോപജീവേത ജീവികം വാദവാദം സ്ഥിരേൽ തർക്കൻ പക്ഷം കഞ്ചന സംശയേൽ. അതുമാതിരി അസച്ഛാസ്ത്രേഷു ന സജ്ജേത, സന്യാസിയുടെ ധർമ്മങ്ങളാണ് പറയണത്. അതായത് വെറും ഭൗതിക വിഷയങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ടല്ലോ അതിൽ പെട്ടുപോരുത്, അതിൽ ഒട്ടലുണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ്. പിന്നെയോ ജീവികം, ഏതെങ്കിലും ഒരു ജോലിയെ ആസ്വദിച്ചിട്ട് ഉപജീവനം കണ്ടെത്തരുത് എന്ന് പറയുകയാണ്. അതായത് സന്യാസിയായിട്ടുള്ള ആൾ അധ്യാപനം ചെയ്തുകൊണ്ട് അതിന് സമ്പാദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രഭാഷണം നടത്തി പൈസ ഉണ്ടാക്കുക, യഥാർത്ഥത്തിൽ അതൊന്നും പാടില്ല എന്നാണ്. സന്യാസിക്ക് ആശ്രമം പണി, ഇനി പറയുക അത് ആശ്രമം കൂടി പണിയാൻ പാടില്ല എന്നാണ് പറയുക. പിന്നെയോ വാദവാദാൻ തർക്കാൻ ത്യജയിൽ, വാദത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ വാദിക്കുക, അതുമാതിരി തർക്കങ്ങളൊക്കെ ചെയ്യുക, അതൊന്നും പാടില്ല, അതൊക്കെ ത്യജിക്കണം എന്ന് പറയുകയാണ്. കം പക്ഷം എന്ന സമാശ്രയിച്ച, ഇനി അങ്ങനെ വേറെ എവിടെയെങ്കിലും ഒരു പ്രതിവാദം നടക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു പക്ഷത്ത് ചെന്നിട്ട് ആ പക്ഷം പിടിച്ച് നിൽക്കുകയും അതുവരുത്, എല്ലാറ്റിനും വിട്ടു നിൽക്കണം. നശിഷ്യാനനുബദ്ധീത ഗ്രന്ഥം നൈവാഭ്യസേൽ ബഹുൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാനാരവേൽ കൊതിൽ. ശിഷ്യാൻ അനുബന്ധീത, അതായത് ശിഷ്യന്മാരെ അങ്ങനെ വശീകരിച്ചുകൊണ്ട് വരും, നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് ശിഷ്യന്മാരൊക്കെ ഒന്ന് എഴുതുമെന്ന് പറയുകയാണ്. പിന്നെയോ ബഹൂൻ ഗ്രന്ഥാൻ അഭ്യസിൽ, വളരെയധികം അങ്ങനെ ഗ്രന്ഥങ്ങൾ വായിച്ചങ്ങനെ കൂട്ടിയിട്ട് അഭ്യസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വ്യാഖ്യാന ഉപയുഞ്ജീത, ഗ്രന്ഥങ്ങൾ അങ്ങനെ വ്യാഖ്യാനം ചെയ്യുക, അതിന് ഉപയോഗപ്പെടുത്തരുത്. കൊതിൽ ആരംഭാൻ ആരവയിൽ, അതുമാതിരി പുതിയ ചില പ്രസ്ഥാനങ്ങൾ അങ്ങനെ ആരംഭിക്കുക, അങ്ങനെയല്ലേ, അതും പാടില്ല. നയതേരാശ്രമപ്രായോ ധർമ്മഹേതുർമഹാത്മന ശാന്തസ്യ സമചിത്തസ്യ ബിഭ്രുയാൽ ഉദവാത്യജേൽ. അതുമാതിരി ശാന്തനും സമചിത്തനും ആയിട്ടുള്ള മഹാത്മാവായിട്ടുള്ള ഒരു സന്യാസിക്ക് ആശ്രമ പ്രായ ധർമ്മഹേതു
അതായത് ഒരു ആശ്രമം പണിത് അത് അതിൽ വസിക്കുന്നില്ല, അതും കൂടി പ്രായേണ ധർമാനുഷ്ഠാനത്തിന് ഉതകുന്നതല്ല എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വീണ്ടും വീണ്ടും ഈ ബന്ധനം ഉണ്ടാക്കുക ചെയ്യുക, സംസാരമായിട്ടുള്ള ഒട്ടൽ ഉണ്ടാക്കുക ചെയ്യുക. ബിബ്രിയാൽ ഉതവാത്യയിൽ, അതിനാൽ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ആശ്രമം വേണച്ചാവാം, വേണ്ടെങ്കിൽ അവ ഏതായാലും അത് ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്നുള്ള ഭാവമാണ്. അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനുഷ്യുന്മത്തബാലവൽ കവിർമൂകവദാത്മാനം സദൃഷ്ട്യാദർശയിൽ നൃണം. മനീഷി അതായത് ബുദ്ധിമാനും കവി ക്രാന്തദർശിയായിട്ടുള്ള സന്യാസി അവ്യക്തത ലിംഗ വ്യക്തമാകാത്ത ആശ്രമ ലക്ഷണങ്ങളുള്ളവനായിരിക്കണം എന്ന് പറയുകയാണ്. പിന്നെ വ്യക്തത, അതേ സമയത്ത് വ്യക്തത ആയിട്ടുള്ള ഉദ്ദേശത്തോട് ഉള്ളവനായിരിക്കും വേണം. നൃണാം ദൃഷ്ട്യാ ഉന്മത്ത ബാലവൽ, സാധാരണ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു ഭ്രാന്തനെ പോലെ, ഒരു ബാലനെ പോലെ, അതായത് ബുദ്ധി ഉറവയ്ക്കാത്തവനെ പോലെയും മൂകവത് ഒരു ഊമയെ പോലെയും ദർശിപ്പിക്കണം എന്ന് പറയുകയാണ്. സാധാരണക്കാർക്ക് തൻ്റെ കേമത്വവും മഹത്വം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ വിരോധമില്ല, അവരെയൊന്നും മനസ്സിലാക്കി ഉൾക്കൊണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതാണ് അവ്യക്തത ലിംഗ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ സംവാദം മുനേരാജകരസ്യ ച. അത്ര ഈ വിഷയത്തിൽ, അതായത് ഒരു സന്യാസി എങ്ങനെ ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് അവധൂതനായിട്ട് കഴിയണം എന്നുള്ളതിനുള്ളല്ലോ, ആ വിഷയത്തിൽ ഇമം പുരാതനം ഇതിഹാസം, പണ്ട് ഒരു ചരിത്രകഥയുണ്ട് ഉദാഹരിക്കാറുണ്ടെന്ന് പറയുകയാണ്. അത് ആരാണ്? പ്രഹ്ലാദൻ്റെയും അജകരവ്രതം സ്വീകരിച്ച ഒരു മുനിയുടെയും സംവാദ രൂപത്തിലാണ് ആ ഇതിഹാസം എന്നാണ് പറയുന്നത്. അതായത് ദത്താത്രേയ മഹർഷി എന്നുള്ള അവധൂത ബ്രാഹ്മണനും പ്രഹ്ലാദനാണ് ഇവിടെ സംവാദത്തിൽ ഏർപ്പെട്ടതെന്നാണ് പറയുന്നത്. അതേമാതിരി തന്നെ ഏകാദശത്തിൽ ഒരു അവധൂത ബ്രാഹ്മണൻ വരും, യദു മഹാരാജാവുമായുള്ള സംഭാഷണമുണ്ട്. അദ്ദേഹവും ദത്താത്രേയനാണെന്നാണ് നാരദീയ പുരാണത്തിൽ പ്രഖ്യാപിക്കുന്നത്. പിന്നെയോ അതിൽ 24 ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് അദ്ദേഹം സംഭാഷണം പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക യദു മഹാരാജാവിനോട്. ഇവിടെ പറയുന്ന മധുകരവും അജകരവും, അങ്ങനെ 2 ഗുരുക്കന്മാരേ ഉള്ളൂ ഈ അദ്ദേഹത്തിന്, ഈ അവധൂതന്. അതും ആ 24 പെടും. അതുകൊണ്ട് ഈ ഏകാദശത്തിൽ അവധൂതൻ തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ പ്രഹ്ലാദൻ്റെ മുമ്പ് ആയിട്ട് സംഭാഷണം ചെയ്യുന്ന അവധൂതനും അങ്ങനെ സമർത്ഥിക്കാമെന്നാണ് ശ്രീധരാചാര്യർ പറയുന്നത്. അപ്പോൾ ദത്താത്രേയ മഹർഷിനെയാണ് പ്രഹ്ലാദനായിട്ടുള്ള സംവാദമാണ് ഇനി. തം ശയാനം ധരോപസ്ഥേ കാവേര്യം സഹ്യസാനുനി രജസ്വലൈസ്തനൂദേശൈർ നിഗൂഢാമലതേജസം ദദർശ ലോകൻ വിചരൻ ലോകതത്വവിവിത്സയാ മൃതോമാത്യൈകദിവയൈ പ്രഹ്ലാദോ ഭഗവത് പ്രിയനായിട്ടുള്ള പ്രഹ്ലാദൻ എങ്ങനെയാണ് കതിവയൈ മൃതോ അമാത്യൈ, കുറച്ച് അമാത്യം മന്ത്രിമാരൊക്കെ കൂടിയിട്ട് കൂടിയിട്ട് ലോകതത്വ വിവിത്സയ, ലോകത്തിലുള്ള ഓരോ പ്രവൃത്തികൾ ഇങ്ങനെ കണ്ടറിയാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ലോകാൻ വിചരൻ, ലോകങ്ങളിലെല്ലാം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ സഹ്യസാനുനി, സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കാവേര്യാം ധരോപസ്ഥേ, കാവേരി തീരത്ത് വെറും നിലത്ത് ശയാനം കിടക്കുന്നവനും രജസ്വലൈ തനൂദേശൈ, അതാണ് ആ ശരീരം ഇങ്ങനെ പൊടി വരണ്ടിട്ടുള്ള ആ അവയവങ്ങളോടുകൂടിയുള്ള ശരീരത്തോടുകൂടി നിഗൂഢ ആമല തേജസം, ആ മഹത്തായുള്ള തേജസ്സിനെ എങ്ങനെയാണ് ആയിരിക്കുന്ന അദ്ദേഹത്തിനെ ദദർശ കണ്ടെത്തി എന്ന് പറയുകയാണ് ഈ അവധൂത ബ്രാഹ്മണനെ. കർമ്മണ ആകൃതി വിർവാച ലിംഗൈർവസ്നാശ്രമാദിഭി ന വിദന്തി ജനായം വൈ സോസാവി ന വേദി ച തം നത്വാഭ്യർച്ച വിധിവൽ പാദയോ ശിരസാ സ്പൃശൻ വിവിൽ അപ്രാക്ഷയിൽ മഹാഭാഗവതോസുര. അദ്ദേഹത്തിന് ആ അവധൂതൻ അദ്ദേഹം അസൗ ഇതി ആരാണെന്നോ നവാ ഇതി ഇന്നവനല്ലെന്നോ കർമ്മണ വാച ആകൃതിഭി വർണ്ണാശ്രമാദിഭി ലിംഗൈച ജനായം വൈ ന വിദന്തി. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവവും രൂപവും ഒക്കെ കണ്ടാൽ ആരാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല, പ്രവൃത്തി കൊണ്ടോ
വാക്കുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആകൃതി കൊണ്ടോ ആ വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ചുള്ള ചിഹ്നങ്ങളെ കൊണ്ടോ ഒന്നും ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ മഹത്വം കേവനാണെന്നോ അല്ല ശ്രേഷ്ഠനല്ല എന്നുള്ള ഒന്നും ആർക്കും അറിയാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് മഹാഭാഗവത അസുര പ്രഹ്ലാദ ഭാഗവതോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ എന്ത് ചെയ്തു? തം പാതയോ ശിരസാ സ്പൃശന്നത്വ വേഗം ചെന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോഴേക്കും പ്രഹ്ലാദന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മഹത്വം. വേഗം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ശിരസ്സുകൊണ്ട് സ്പർശിച്ചുകൊണ്ടാണ് നമസ്കരിച്ചിട്ട് വിധിവൽ അഭ്യർച്ച വിധിയാം വണ്ണം ആരാധിച്ച ശേഷം വിവിൽ സു ഇതം അപ്രാക്ഷിൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്രകാരം ചോദിച്ചു. വിവർഷികായം പീവാനം സോദ്യമോ ഭോഗവൻ യഥാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാമിഹ ഭോഗിനം ഖലു ദേഹോയം പീവാ ഭവതിനന്യഥാ സോദ്യമ ഭോഗവൻ യഥാ പീവാനം കായം വിവർഷി. അങ്ങ് നല്ല പ്രയത്നങ്ങളുടെ ധാരാളം, എന്നാൽ ശരീരം പുഷ്ടിപ്പെടുത്തുകയും ധാരാളം പണിയെടുക്കുക, എക്സർസൈസ് അതിൽ വ്യായാമങ്ങളൊക്കെ ചെയ്യുക, ഭക്ഷണം കഴിക്കുക. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? നല്ല തടിച്ചു കൊഴുത്ത ശരീരത്തായിരിക്കും. അങ്ങനെയുള്ള ശരീരം അങ്ങനെയാണ് അങ്ങിപ്പോൾ ഇരിക്കണത്. ഈ ലോകത്തിൽ ഉദ്യമവതാമയോ നല്ല ലോകത്തിൽ ഈ ലോകത്തിൽ പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സമ്പത്ത് ഉണ്ടാവൂ, വിത്തം. അതുമാതിരി ധനമുള്ള ആൾക്കാർക്ക് ഭോഗ സുഖം ഉണ്ടാവൂ. ഭോഗിനാം അങ്ങനെ സുഖം ഉണ്ടാവുന്ന ആൾക്കാർക്ക്, നല്ല സമ്പത്ത് ഉണ്ടായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത്ര ശരീരം ഇങ്ങനെ പുഷ്ടിച്ചതായി തീരുള്ളൂ. സാധാരണ രീതി അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് പ്രഹ്ലാദൻ. അപ്പോ നദേശയാനസ്യ നിരുദ്യമസ്യ ബ്രഹ്മന്നുഹാർത്ഥോ യത ഏവ ഭോഗ അഭോഗിനോയം തവ വിപ്രദേഹ പിവായത തദ്വദ നക്ഷമം ചെയ്. എന്നാൽ അങ്ങ് അങ്ങനെയൊന്നല്ല ബ്രഹ്മൻ, അങ്ങ് ബ്രഹ്മജ്ഞാനിയല്ല, ബ്രാഹ്മണനാണെന്ന് എനിക്കറിയാം. യാതൊന്നുകൊണ്ട് മാത്രമേ ഈ ഭോഗാനുഭൂതി കൈവരൂ. അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, അതൊന്നും ചെയ്യാണ്ട്, അത് പരിശ്രമം ചെയ്യാ നിരുദ്യമസ്യ വെറുതെ ഇങ്ങനെ കിടക്കുക ചെയ്യണത്. ഒരു പരിശ്രമവും ചെയ്യില്ല, പ്രവർത്തിക്കണില്ല, ഒന്നുമില്ല, അങ്ങനെ കിടക്കുക ചെയ്യണത്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് അർത്ഥ നുഹ, അങ്ങയ്ക്ക് ധനമില്ല എന്നുള്ളത് തീർച്ചയായും, കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല. അഭോഗിന ഭോഗങ്ങളൊന്നുമില്ല. തവ അങ്ങയുടെ അയം ദേഹ ഈ ശരീരം ഏതിൽ നിന്നാണ് ഇങ്ങനെ പീവ സ്ഥൂലമായി തീർന്നത്? തത് ന ക്ഷമം ചെയ്ൽ. അത് അതിനുള്ള കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങിങ്ങനെ സ്ഥൂല ശരീരത്തോട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വിരോധമില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. കവി കൽപ്പോ നിപുണദൃക് ചിത്രപ്രിയകഥ സമ ലോകസ്യ പൂർവത കർമ്മ ശേഷേ തദ്വീക്ഷിതാപിവാ. കവി കൽപ്പ നിപുണദൃക്, ക്രാന്തദർശിയും നല്ല കർമ്മകുശലനും, അതാ കൽപ്പ. പിന്നെ നിപുണദൃക്, കണ്ടു മനസ്സിലാക്കാൻ സമർത്ഥനും. ചിത്രപ്രിയകഥ, വിചിത്രതരായിട്ട് പ്രിയഭാഷണം ചെയ്യുന്നവനുമായിട്ടുള്ള അങ്ങ് ലോകസ്യ കർമ്മ കുർവത, ലോകര് ഓരോരും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തദ് വീക്ഷിത അഭി, അതെല്ലാം നോക്കുന്നവനായിട്ടും സമ ശേഷേവ, അലസനായി ഇങ്ങനെ കിടക്കുകയാണല്ലോ ചെയ്യണത്, ഉദാസീനായിട്ട് കിടക്കുകയല്ലേ ചെയ്യണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയം അതിനുള്ള കാരണം എന്താണ് ചോദിച്ചപ്പോഴാണ് പ്രഹ്ലാദൻ എന്നൊക്കെ ചോദിച്ചത്. അതിനുത്തരായിട്ട് ആ അവധൂത ബ്രാഹ്മണൻ പറയുകയാണ്. നാരദൗ വാച സൈത്തം ദൈത്യപതിനാ പരിപൃഷ്ടോ മഹാമുനി സ്മയമാനസ്തമഭ്യാഹ തദ്വാഗ അമൃതയന്ത്രിത. ഇങ്ങനെ ആ ദൈത്യപതിനാ അസുരപതിയായിട്ടുള്ള പ്രഹ്ലാദനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടവനായ സ മഹാമുനി, ആ മുനിശ്രേഷ്ഠൻ, തദ്വാഗ അമൃതയന്ത്രിത, പ്രഹ്ലാദന്റെ വാക്കുകളാവുന്ന അമൃത് കൊണ്ട് വശീകരിക്കപ്പെട്ടിട്ട് സ്മയമാന തം അഭ്യാഹ, പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ആ അവധൂതനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഭാവവും രൂപവും കൊണ്ട് അദ്ദേഹത്തെ ഏത് വർണ്ണമാണ് ഏത് ആശ്രമമാണെന്നൊന്നും അറിയാൻ കഴിയില്ല സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞു. പക്ഷേ പ്രഹ്ലാദന് മനസ്സിലായി, മഹാഭാഗവതോത്തമനായിട്ടുള്ള പ്രഹ്ലാദന് അത് മനസ്സിലായി. എന്നിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ 17ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹത്തിലെ ബ്രഹ്മൻ വിപ്ര എന്നൊക്കെ വിളിച്ചത്, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണ എന്ന് വിളിച്ചു. അപ്പോൾ അതിന് അനുസൃതമായിട്ടാണ് ഭാഗവത കർത്താവും ആ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇനി പറയാൻ പോണത്. ബ്രാഹ്മണ ഉവാച വേദേദമസുരശ്രേഷ്ഠ ഭവാന്നന്വാര്യസമ്മത
ഈഹോപരമയോർനൃണം പതന്യധ്യാത്മചക്ഷുഷ. എന്താണ് അത് അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങുന്നത്? ഹേ അസുരശ്രേഷ്ഠ, അസുരന്മാരിൽ ഉത്തമനായവനേ ഭവാൻ, അങ്ങ് ആര്യസമ്മത നനു, വിവേകികളായ എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ആളാണ്. നൃണാം, മനുഷ്യരുടെ ഈഹോപരമയോ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളുടെ പദാനി സ്ഥാനങ്ങളെ അധ്യാത്മചക്ഷുഷാം ഇതം വേദച്ച, അങ്ങ് ആ തൻ്റെ ജ്ഞാനചക്ഷസ് കൊണ്ട് ഇന്നതാണെന്ന് അറിയുന്നുണ്ട്. അതായത് പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് എന്താണ് ലഭിക്കുക എന്നുള്ളതൊക്കെ അങ്ങ് ജ്ഞാനചക്ഷസ് കൊണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് പറയുകയാണ് പ്രഹ്ലാദിനെ അനുമോദിച്ചുകൊണ്ട്. യസ്യ നാരായണോ ദേവോ ഭഗവാൻ ഹൃദ്ഗത സദാ ഭക്ര്യാ കേവലയാ ജ്ഞാനം ദുനോതി ദ്വാന്തമർക്കവൽ. അതിന് അത്ഭുതമൊന്നുമില്ല. കാരണം കേവലയാ ഭക്രിയ, കേവലമായിട്ടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രം ദേവ ഭഗവാൻ നാരായണ, ദേവനും ഭഗവാനുമായ സാക്ഷാൽ ശ്രീനാരായണൻ യസ്യ ഹൃദ്ഗത, എപ്പോഴും ആരുടെ ഹൃദയത്തിൽ എങ്ങനെ വസിക്കുന്നുണ്ടോ അവൻ്റെ, എങ്ങനെ ആ ഭഗവാൻ വരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അവൻ്റെ അജ്ഞാനം ധ്വാന്തം അർക്കവൽ ധുനോതി, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ ആദിത്യനെ പോലെ നശിപ്പിക്കുന്നു പറയാണ്. അതുകൊണ്ട് അങ്ങക്ക് ആ ആത്മജ്ഞാനം ഉണ്ടായി. കാരണം അങ്ങ് ഭഗവാൻ ഭക്തനാണ്. അഥാപി, അപ്പോൾ അങ്ങക്ക് എന്നോട് ഈ സംശയം ചോദിക്കുന്ന ആവശ്യമില്ല, അങ്ങക്കൊക്കെ അറിയാം. എങ്കിൽ കൂടി അഥാപി ബ്രൂമഹേ പ്രശ്നം തവ രാജന്യതാശ്രുതം സംഭാവനീയോ ഹി ഭവാൻ ആത്മന ശുദ്ധിമിച്ഛതാം. ഹേ രാജൻ, അല്ലയോ ദൈത്യരാജാവേ, അതാവി എന്നിരിക്കലും തവ പ്രശ്നാൻ യഥാശ്രുതം ബ്രൂ, അങ്ങയുടെ ആ സംശയങ്ങളെ പറ്റി യഥാശ്രുതം എനിക്ക് കേട്ടറിവുള്ളത് ഞാൻ ബ്രൂമഹി അങ്ങക്ക് പറഞ്ഞു തരാം. ഭവാൻ ആത്മന ശുദ്ധിം ഇച്ഛതാം സംഭാവനീയ ഹി, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആത്മശുദ്ധിയെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ആദരണീയനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കെന്താ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങക്ക് പറഞ്ഞു തരാം. തൃഷ്ണയാ ഭവവാഹിന്യാ യോഗ്യൈ കാമൈരപൂരയാ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിതാ. യോഗ്യൈ കാമൈ അപൂരയാ ഭവവാഹിന്യ, അതായത് അതാതിനുതകുന്ന യോഗ്യമായിട്ടുള്ള കാമാനുഭവങ്ങളെ കൊണ്ട് പൂർത്തിയാകാത്തതും ഭവവാഹി സംസാര നദിയായതുമായ ആ തൃഷ്ണയ ആശയുടെ ആധിക്യത്താൽ കർമാണി കർമ്മങ്ങളെ ചെയ്യിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഹം ഞാൻ നാനായോനിഷു പലതരം ജന്മങ്ങളിൽ യോജിത ഉൾപ്പെട്ടവനായിരുന്നു. ഞാനിങ്ങനെ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെയാണ്, ഇതല്ല, അനവധി ജന്മങ്ങളിലൊക്കെ കഥ പറയുകയാണ്. എങ്ങനെയാണ് ഓരോ ആഗ്രഹങ്ങൾ വരും, ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ തൃപ്തിയാവില്ല, അങ്ങനെ വീണ്ടും കർമ്മങ്ങൾ ചെയ്യും, വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ ആ സംസാരം ഇങ്ങനെ വർദ്ധിച്ചു വന്ന് അതങ്ങനെ ഒരു നദിമാതിരി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. അതിലങ്ങനെ ഒഴുകിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പലതരം ജന്മങ്ങളിൽ അങ്ങനെ ജനിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടോ എതിർച്ഛയാ ലോകമിമം പ്രാപിത കർമ്മഭിർഭ്രമൻ സ്വർഗാവവർഗയോർദ്വാരം തിരശ്ചം പുനരസ്യ ച. ഇങ്ങനെ കർമ്മഭിഭ്രമൻ, എങ്ങനെ ഈ കർമ്മത്തിൻ്റെ വലയങ്ങളാൽ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞവനായിട്ട് എതിർച്ഛയാ യാദൃച്ഛികമായ ഈ ലോകത്തെ പ്രാപിത, ഈ ലോകത്തെ ഞാൻ പ്രാപിക്കപ്പെട്ടവനായി അയം ഇവിടം സ്വർഗാപവർഗയോ തിരശ്ചാം പുന അസ്യ ച ദ്വാരം കവാടമാണ് എന്നാണ്. എന്താ ഈ മനുഷ്യജന്മം എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും അതുമാതിരി പക്ഷിമൃഗാദികളുടെയും വീണ്ടും ഈ ജന്മത്തിൻ്റെ തന്നെയും ഒരു ദ്വാരം കവാടമാണെന്ന് പറയുകയാണ്. അതായത് എന്താണ്, പല കർമ്മബന്ധങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങിയിട്ടാണ് അവസാനം എനിക്ക് ഈ മനുഷ്യനായി ജനിക്കാൻ കഴിഞ്ഞത്. മനുഷ്യനായി പറഞ്ഞു വെച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വേണച്ചാൽ പരിശ്രമിച്ചാൽ സ്വർഗപ്രാപ്തിക്കും മോക്ഷത്തിനും തന്നെ പരിശ്രമിക്കാൻ പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിലോ വെറും ലൗകിക സുഖങ്ങളിൽ മുഴുകി കഴിഞ്ഞിട്ടോ ചെയ്താലോ വീണ്ടും പക്ഷിമൃഗാദികളായിട്ടോ അങ്ങനെ താഴോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മനുഷ്യജന്മം തന്നെ കിട്ടിയെന്നും വരാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾക്കുമുള്ളൊരു കവാടമാണ് ഈ മനുഷ്യജന്മം എന്ന് പറയുകയാണ്. ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ സുഖത്തിനും
ദുഃഖ നിവാരണത്തിന് നാം പരിശ്രമിക്കുന്നുണ്ടല്ലോ, അത് ഈ ഗൃഹസ്ഥർക്ക് ഉണ്ടാകുന്ന വിപരീത ഫലങ്ങളാണ്. അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എന്നെ കർമ്മവിമുഖനാക്കി എന്നാണ്. അതാ അത്രാപി ദമ്പതീനാം ച സുഖായാന്യാവനുത്തയേ കർമാണി കുർവതം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യം. അങ്ങനെ ഈ മനുഷ്യജന്മത്തിലും ആൾക്കാർ സുഖത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യും, ഒപ്പം തന്നെ ദുഃഖത്തിന് നിവാരണത്തിന് വേണ്ടിയിട്ടും. എന്നിട്ടോ ആ കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമത്തിലുള്ള ദമ്പതിമാർക്ക് അതിൻ്റെ വിപരീത ഭാവമാണ് ഫലമായിട്ട് കിട്ടണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം അകന്നവനായി തീർന്നു. മെല്ലെ മെല്ലെ സുഖവസ്യാത്മനോരൂപം സർവേഹോപരതിസ്തനു മനസ്സംസ്പർശജൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ. അസ്യ ആത്മന രൂപം സുഖം. യഥാർത്ഥത്തിൽ ഈ ആത്മാവിൻ്റെ ഭാവം എങ്ങനെയാണ്? സുഖത്തിനും ദുഃഖത്തിനുമൊക്കെ അതായത് ഇതുള്ള ആ സുഖമയം അല്ലെങ്കിൽ ആനന്ദമയമായിട്ടുള്ളതാണ്. അവിടെ എങ്ങനെയാണ്? സർവേഹോപരതി, എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിരമിക്കലാണ് ആ സുഖത്തിൻ്റെ ആസ്പദം. തനു അതിൻ്റെ പ്രകാശനം ഭോഗാൻ മനസ്സംസ്പർശജാൻ. അതായത് ആ അതിൻ്റെ പ്രകാശനം എങ്ങനെയാണ്? ഭോഗങ്ങളെ മനസ്സങ്കല്പത്തിൽ നിന്ന് ക്ഷണനേരം കൊണ്ട് ഉണ്ടാകുന്നവനായി മനസ്സിലാക്കിയിട്ട് സംവിശൻ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് സ്വപ്സ്യാമി സഹിക്കുന്നേൻ. അപ്പോൾ ഈ ആത്മാവ് ഇതിന് സുഖത്തിന് വേറെ ഒരു ആശ്രയവും വേണ്ട, ആത്മാ ആനന്ദത്തിലിരിക്കുന്ന ആളാണെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അത് മനസ്സുദിക്കുന്ന ഭോഗാസക്തിയെ മനസ്സിലാണ് ഈ ആസക്തികളൊക്കെ ഉണ്ടാവണേ. അതൊക്കെ വെറും നൈമിഷികങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ പരിത്യജിച്ച് പിന്നെ എന്ത് ചെയ്യണു? പ്രാരബ്ധം എന്നുള്ളത് അനുഭവിക്കാണ്ട് പറ്റില്ല. അതിനെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇതങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഈ ശരീരത്തിൽ എത്രത്തോളം പ്രാരബ്ധം ഉണ്ട് അത് കഴിയുന്നത് വരെ അവിടെ കിടക്കാന്നുള്ള രീതി ഞാൻ കിടക്കുകയാണെന്ന് പറയുകയാണ്. അതായത് ജീവാത്മാവിൽ എപ്പോഴും ലീനായിട്ട് കിടക്കുന്ന ഒരു ആനന്ദം ഉണ്ട്. ആ ആനന്ദം യഥാർത്ഥത്തിൽ നമ്മൾ അറിയില്ല. കാരണം കർമ്മങ്ങൾ അങ്ങനെ അതിനെ ആവരണം ചെയ്യേണ്ടതുണ്ടല്ലോ. അതിലങ്ങനെ ആനന്ദം ഇല്ലാണ്ട് ആ വെറും ലൗകികമായിട്ടുള്ള സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ ഈ നൈഷ്കർമ്മ്യ അവസ്ഥയിൽ എത്തണു അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഖത്തിനും ദുഃഖത്തിനും മീതുള്ള ആനന്ദ അനുഭൂതി ഉണ്ടല്ലോ അത് അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ പ്രവൃത്തി മാർഗത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നിവൃത്തിക മാർഗം അല്ലെങ്കിൽ സർവകർമ്മ നിവൃത്തി എന്നുള്ളതാണ് പറയണത്. ഇത്യേതദാത്മനസ്വാർത്ഥം സന്തം വിസ്മൃത്യ വൈ പുമൻ വിചിത്രാമസതിദ്വൈതേ ഘോരം ആപ്നോതി സംസൃതിം. ഇങ്ങനെ ആ തൻ്റെ ആത്മാവിൻ്റെ ആ നിത്യ ആനന്ദത്തിനെ പറ്റിയുള്ള ആത്മവിസ്മൃതി വരുന്ന ആളിൻ്റെ, അതായത് മറന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്ത് പറ്റും? ഈ സ്വാർത്ഥം സ്വന്തം വൈ എങ്ങനെയാണ് തന്നിൽ തന്നെ പുരുഷാർത്ഥ രൂപത്തിലിരിക്കുന്നതായിട്ടുള്ള ആത്മാവിൻ്റെ ഇത്തരത്തിലുള്ള ഈ നിത്യ സുഖാനുഭൂതിയെ വിസ്മരിച്ചിട്ട് വിസ്മൃത്യ മനുഷ്യൻ പുമാൻ ആസതി ദ്വൈതേ വിചിത്രാം ഘോരാം സംസൃതിം ആപ്നോതി. വെറും മിഥ്യയായിട്ടുള്ള ഈ ദ്വൈത പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള കഠിനമായിട്ടുള്ള ഈ സംസാരത്തെ അങ്ങനെ പ്രാപിക്കണമെന്ന് പറയുകയാണ്. ജലം ത്വദുത്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലഗമ്യയാ മൃഗതൃഷ്ണാമുപാദാവിൽ യഥാന്യത്രാർത്ഥദൃക്സ്വതാ. ഏത് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് അജ്ഞ യഥാ അജ്ഞ തദുദ്ഭവൈ ഛന്നം ജലം ഹിത്വ. അതായത് എവിടെയോ ജലങ്ങളുണ്ട്, ജലം കെട്ടി നിൽക്കുന്നുണ്ട്, അതിൻ്റെ മീതെ ആ ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള സസ്യങ്ങളുണ്ടല്ലോ, ജലസസ്യങ്ങൾ, അതങ്ങനെ മൂടപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ജലം കാണുന്നില്ല. അപ്പോൾ അതിനെ ഉപേക്ഷിച്ച് ജലം ആഗ്രഹിച്ചുകൊണ്ട് ജലഗമ്യയാ എന്ത് ചെയ്യണു? മൃഗതൃഷ്ണാം ഉപാദം. മൃഗതൃഷ്ണ അതായത് മരുഭൂമിയിൽ മരീചികയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്, ജലം ഉണ്ടെന്ന് തോന്നിയിട്ട് പാഞ്ഞു പോകണില്ലേ, അതുമാതിരി എപ്രകാരമാണോ ആത്മാവല്ലാത്ത വസ്തുക്കളിൽ ആ പുരുഷാർത്ഥത്തെ വിഭാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടുന്ന രീതിയിലാണ് സാധാരണക്കാരുടെ വിഷമങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുകയാണ്. അതായത് ഒരു സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യണു? അജ്ഞനായിട്ടുള്ള ആള് തൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തെ അറിയാണ്ട് പുറത്ത് ആനന്ദത്തിനെ തേടി നടക്കണോ, മൃഗദക്ഷിണ തേടി നടക്കണ മാതിരിയാണ്, പലായനം ചെയ്യണ മാതിരിയാണ് ഈ അവസ്ഥ എന്ന് പറയുകയാണ്. ഉള്ളിലുള്ള ആനന്ദത്തെ അറിയാണ്ട് ബാഹ്യവസ്തുക്കൾ അതിനെ അന്വേഷിക്കൽ. അതുകൊണ്ടാണ് അവധൂത ബ്രാഹ്മണൻ താൻ പ്രവൃത്തികളൊന്നും ചെയ്യാണ്ട് നിഷ്ക്രിയത്വം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇനി ആ കർമ്മത്തിൻ്റെ വൈഷമ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ദേഹാദിവിർ ദൈവതന്ത്രൈർ ആത്മന സുഖമീഹത ദുഃഖാത്യയം ചാനീശസ്യ ക്രിയാമോഘാകൃതാകൃത. ദൈവതന്ത്രൈ
ദൈവതന്ത്രം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പ്രാരബ്ധത്തിന് അധീനമായിട്ടുള്ള ഈ ദേഹാദിവി ദേഹ ശരീരങ്ങളെ കൊണ്ട് ആത്മന സുഖം ദുഃഖാത്യയം ച ഈഹത തൻ്റെ സുഖത്തെയും ദുഃഖശമനത്തെയും ആഗ്രഹിക്കുന്ന ഈശ്വരാധീനമില്ലാത്തവൻ്റെ ക്രിയ എത്ര പ്രവൃത്തികൾ ചെയ്യും നല്ലോ ദൈവാധീനമില്ലെങ്കിൽ എന്താണ് ആ പ്രവൃത്തികളെല്ലാം മോഘ വിഫലമായിട്ട് തീരുന്ന പറയാണ്. കാരണം ആ പ്രാരബ്ധത്തിന് അധീനമായിട്ടാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. ആ ശരീരം കൊണ്ട് ആ സുഖം ഒരിക്കലും കിട്ടില്ല എന്ന് പറയുകയാണ്. ആ പ്രാരബ്ധത്തിന് അനുകൂലമായിട്ടുള്ള ദുഃഖങ്ങൾ മാത്രമേ കിട്ടൂ. എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, അതൊക്കെ നിഷ്ഫലമായി തീരും. ആധ്യാത്മികാദിവിർ ദുഃഖൈർ അവിമുക്തസ്യ ഗർഹിൽ മർത്യസ്യ കൃച്ഛോപനതൈർ അർത്ഥൈ കാമൈ ക്രിയേതജിം. ആധ്യാത്മികാദിവി ദുഃഖൈ, അതായത് ആധ്യാത്മികം, ആദ്യഭൗതികം, ആദിദൈവികം എന്ന് പറഞ്ഞുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളാൽ കരിഹിയിൽ ഒരിക്കലെങ്കിലും അതിൽ നിന്നൊന്നും മോചിതനല്ലാത്ത മനുഷ്യന് കൃച്ഛ്രോപനതയി കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന അർത്ഥൈ ധനങ്ങളാലും കാമൈ കാമോപഭോഗങ്ങളാലും കിം ക്രിയേത എന്താണ് ചെയ്യുവാനാകുക എന്ന് പറയുകയാണ്. പശ്യാമി ധനിനം ക്ലേശം ലുബ്ധാനം അജിതാത്മനം ഭയാൽ അലബ്ധനിദ്രാണം സർവതോപി വിശങ്കിനം. ലുബ്ധാന പിശുക്കന്മാരും അജിതാത്മന ഇന്ദ്രിയജയം നേടാത്തവരും ഭയാൽ അലബ്ധനിദ്രാണം ഭയം കൊണ്ട് ഉറക്കം വരാത്തവരും എല്ലാറ്റിലും എല്ലാവരിലും സംശയാലുക്കളുമായിട്ടുള്ള ഈ ധനികന്മാരുടെ ക്ലേശം ഞാൻ കാണുന്നുണ്ട്, മുമ്പിൽ വെച്ച് കാണുന്നുണ്ടെന്ന് പറയുകയാണ്. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? സമ്പത്തുണ്ടായിട്ട് ചിലവാക്കൂല്ല, മറ്റുള്ളവർക്ക് കൊടുക്കൂല്ല, തന്നിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യണു? ആ പേടി കൊണ്ട് ഉറക്കമില്ലാണ്ട് അങ്ങനെ എല്ലാവരെയും സംശയിച്ചു കൊണ്ട് കഴിയുക. അവർക്ക് ഉറക്കമില്ല, സുഖമില്ല, ഒന്നുമില്ല. ഇന്ദ്രിയജയം നേടിയിട്ടുണ്ടോ? അതുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ക്ലേശം ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാജത ചോരത ശത്രോ സ്വജനാൽ പശുഭക്ഷിത അർത്ഥിഭ്യ കാലതസ്വസ്മാൽ നിത്യം പ്രാണാർത്ഥവൽ ഭയം. ഇങ്ങനെയുള്ള ഈ സമ്പത്തുള്ളവനെ എല്ലാദിക്കുന്നും പേടിയാണ്. എങ്ങനെയാണ്? രാജത, രാജാവെന്ന് ഭയമാണ്. തൻ്റെ ഇതിൽ നികുതി കാരണോ മറ്റൊക്കെ ആയിട്ട് സമ്പത്ത് എടുത്തുകൊണ്ട് പോകുമെന്ന്. ചോരത, ചോരന്മാര്. ശത്രുക്കള്. സ്വജനാൽ, ബന്ധുക്കള്. പശുഭക്ഷിത, മൃഗഭക്ഷികള്. അർത്ഥിഭ്യ, യാചകന്മാര്. കാലകസ്വ, ആ കാലക്രമേണ തന്നിൽ നിന്ന് തന്നെ പ്രാണാർത്ഥവൽ ഭയം, ജീവനും സമ്പത്തുള്ളവർക്ക് ഭയം എന്നും ഉണ്ടായിരിക്കുന്നു പറയുകയാണ്. ശോകമോഹ ഭയക്രോധ രാഗ ക്ലൈബ്യശ്രമാദയ യന്മൂലാസ്യുർനൃണം ജഹ്യൽ സ്പൃഹം പ്രാണാർത്ഥയോർബുധ. മനുഷ്യർക്ക് നൃണം യൽമൂല യാതൊന്നു കാരണമായിട്ട് ശോക മോഹ ഭയക്രോധ രാഗ ക്ലൈബ്യ ശ്രമ ആദയ. ശോകം, അതുമാതിരി ബുദ്ധിഭ്രമം, പേടി, ക്രോധം, രാഗം, അതുമാതിരി പാരവശ്യം, തളർച്ച, ഇതെല്ലാം ഉണ്ടാവുന്നുണ്ടോ? അതെല്ലാം പ്രാണാർത്ഥ, അതൊക്കെ ജീവിതത്തിലും ധനത്തിലുമുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് അറിഞ്ഞിട്ട് ബോധ വിവേകി അറിവുള്ള ആള് എന്ത് ചെയ്യണം? ജഹ്യാൽ, അത് ത്യജിക്കണം എന്ന് പറഞ്ഞ് ധനാഗമ തൃഷ്ണ ത്യജിക്കണം എന്ന് പറയാറില്ലേ? ഭജഗോവിന്ദത്തിൽ പറഞ്ഞില്ലേ? അതുമാതിരി തന്നെയാണത്. അതായത് സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാറ്റിനും കാരണമാണ് സമ്പത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലുള്ള ആഗ്രഹത്തെ ത്യജിക്കണം. ഇനി തനിക്ക് ആ വൈരാഗ്യം വരാൻ വേണ്ടി ആരിൽ നിന്നാണ് അതിൻ്റെ തത്വം മനസ്സിലാക്കിയതെന്നാണ്. മധുകാര മഹാസർപ്പൗ ലോകേസ്മിൻ നോ ഗുരുത്തമൗ വൈരാഗ്യം പരിദോഷം ച പ്രാപ്തായൽ ശിക്ഷയാ വയം. എനിക്ക് 2 ഗുരുക്കന്മാരുടെ ഉത്തമന്മാരായിട്ടുള്ള 2 ഗുരുക്കന്മാരുണ്ടെന്നാണ് ഈ ലോകത്തിൽ. അതെങ്ങനെയാണ്? ആരാണ്? മധുകാര മഹാസർപ്പൗ, തേനീച്ചയും പെരുമ്പാമ്പുമാണ് ഈ ലോകത്തിലെൻ്റെ ആ ശ്രേഷ്ഠന്മാരായുള്ള ഗുരുക്കന്മാരെ. ശിക്ഷയ, അവരുടെ യാതൊരുവരുടെ ശിക്ഷണത്താൽ നാം വൈരാഗ്യം പരിദോഷം ച, വൈരാഗ്യത്തെയും സംതൃപ്തിയെയും പ്രാപിച്ചവരായി പറയുകയാണ്. എന്താണ്? വിരാഗ സർവകാമേഭ്യ ശിക്ഷയോ മേ മധുവ്രതൽ കൃച്ഛ്രാപ്തം മധുവൽവിത്തം ഹത്വാപ്യന്യോ ഹരേൽ പതിം.
എന്താണ് വൈരാഗ്യമായിരുന്ന പഠിച്ചത്? വിരാഗ സർവകാമീഭ്യ, അതായത് ഈ എല്ലാ സർവകാമങ്ങളിൽ നിന്നുള്ള ഈ വിരക്തി എവിടുന്നാണ് എനിക്ക് പഠിച്ചത്? മധുവ്രതാൽ മേ ശിക്ഷിത, അതായത് തേനീച്ചയിൽ നിന്നാണ് എനിക്കിത് പഠിച്ചതെന്ന് പറയുകയാണ് ഈ വൈരാഗ്യം. ഇങ്ങനെയാണ് മധുവൽ കൃച്ഛ്രാപ്തം വിത്തം, അതായത് തേനീച്ച എന്ത് ചെയ്യും? പല പുഷ്പങ്ങളിൽ ചെല്ലുന്നിട്ട് തേനെടുത്തെടുത്തെടുത്ത് കൊണ്ടുവന്ന് അത് സമ്പാദിച്ച് കൂട്ടി വയ്ക്കും. കൃച്ഛ്രാപ്തം, വളരെ ക്ലേശിച്ച് സമ്പാദിച്ചുള്ള ആ തേനിനെ അതിൽ തേന് കൊണ്ടുവന്ന ആളില്ലേ, അതിന് വേറൊരാളൊന്ന് അപഹരിച്ചു കൊണ്ടുപോയില്ലേ, അതേമാതിരി നമ്മൾ ക്ലേശിച്ച് സമ്പാദിക്കുന്ന വിത്തം, ധനത്തെ പതിം ഹത്വ അപി, ആ ധനത്തിൻ്റെ ഉടമസ്ഥനെ കൊന്നിട്ട് പോലും അന്യഹരി, തേനീച്ച അങ്ങനെയല്ലേ ചെയ്യുക, തേനീച്ചകളെയൊക്കെ കൊന്നിട്ടാണ് ആ വേടൻ തേനൊക്കെ എടുത്തുകൊണ്ട് പോകും. അതേമാതിരി സമ്പത്തുള്ള ആളെ കൊന്നിട്ടും ചിലപ്പോൾ പണം അപഹരിച്ചുകൊണ്ട് പോവും. അപ്പം അങ്ങനെയാണ് വൈരാഗ്യം വന്നത്. അനീഹ പരിദുഷ്ടാത്മാ എതിർച്ചോപനതാദഹം നോചേച്ഛയേ ബഹ്വാനി ആഹിരിവസത്വവൻ. ഇനി എന്താ കിട്ടിയത് വെച്ചാൽ സന്തോഷിക്കുക എന്നുള്ളതിൽ എതിർച്ചയാ കിട്ടുക, എതിർച്ചാ ലാഭസന്തുഷ്ട എന്നൊക്കെ പറയില്ലേ, അത് പഠിച്ച് എവിടുന്നാണ്? അഹം, ഞാൻ മഹാഹി, ഈ പെരുമ്പാമ്പിനെ പോലെ അനീഹ, പരിശ്രമമൊന്നും കൂടാതെ എതിർച്ചോപനതാൽ യാദൃച്ഛികമായി വന്നു വീഴുന്നത് കൊണ്ട് പരിതുഷ്ടാത്മാ, മനസ്സന്തുഷ്ടിയോടെയും നോചിഞ്ഞത ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബഹ്വഹാനി സത്വവാൻ ശയേ, വളരെ ദിവസങ്ങളോളം ഒരു മനസാന്നിധ്യത്തോടു കൂടി അങ്ങനെ കടക്കാനും പരിശ്രമിക്കുന്നു, കടക്കുകയും ചെയ്യണു പറയുകയാണ്. എന്നിട്ടോ ആ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ കൊജിത് അല്പം കൊജിൽ ഭൂരി ഭുജ്യന്നം സാധ്വാസാധുവാ കൊജിൽ ഭൂരി ഗുണോഭേദം ഗുണഹീനമുത കൊജിൽ. ചില സമയത്ത് അന്നം, ആഹാരം അല്പം കുറഞ്ഞിരിക്കും. കൊജിൽ ചില നേരത്ത് ഭൂരി ധാരാളമാകാം. കൊജിൽ ചിലപ്പോൾ നല്ല സ്വാദുള്ളതായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും രുചിയില്ലാത്ത ഭക്ഷണമായിരിക്കും കിട്ടും. കൊജിൽ ചിലപ്പോൾ ഗുണം തീരെ ഇല്ലാത്തതായിരിക്കാം, വെളിച്ചെണ്ണ പുളിച്ച എന്തായാലും ഞാനത് ഭുഞ്ചേ എന്ന് പറയുകയാണ്. ശ്രദ്ധയോപാഹൃതം ക്വാവി കഥാചിൻ മാനവർജിതം ഭുഞ്ചേ ദിവാനക്തം യദൃച്ഛയാ എന്ന് മാത്രമല്ല, ക്വാവി ശ്രദ്ധയാ ഉപാഹൃതം, ചില സമയത്തുണ്ടല്ലോ ആ ഭക്ഷണം വേറെ ആരെങ്കിലും ആദരവോട് കൊണ്ടുവന്നിട്ട് തന്നതായിരിക്കും ആ ഭക്ഷണം, അങ്ങനെയായിരിക്കാം ചിലപ്പോൾ. കഥ അതിൽ മറ്റു ചിലപ്പോൾ മാനവർജിത, അനാദരവോടെ വേണച്ചാൽ കഴിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുമ്പിലേക്ക് തട്ടിയിട്ടതാവും. അത് അഭുഞ്ചേ, ഇത് രണ്ടും ഞാൻ ഭക്ഷിക്കാറുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ടോ ഭക്ഷണം കഴിച്ച് അഥം കസ്മിസ്റ്റിൽ, പിന്നെയും എവിടെ നിന്നെങ്കിലും ദിവാനക്തം, പകലോ രാത്രിയോ യാദൃച്ഛികമായി കിട്ടിച്ചാൽ അതും ഭക്ഷിക്കും, കിട്ടിയാൽ ഭക്ഷിക്കും, അല്ലെങ്കിൽ ഇല്ല, കഴിക്കൂല എന്നുള്ളത് എന്തായാലും എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് പറയുകയാണ്. ക്ഷൗമം ദുകൂലമജിനം ചീലം വൽക്കലമേവ വാ വസന്യതപി സംപ്രാപ്തം ദിഷ്ടഭുക്തുഷ്ടധീരഹം. അതേമാതിരി തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതുമാതിരിയാണ്. ദിഷ്ടഭുക് അഹം, അതാ പ്രാരബ്ധം അനുഭവിക്കുന്ന ഞാൻ, എൻ്റെ ശരീരത്തിന്റെ പ്രാരബ്ധത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. ക്ഷൗമം, നല്ല വെൺപട്ട്, ദുകൂലം, സാധാരണ വസ്ത്രം, ചീരം, കീറത്തുണി, അജിനം, മാന്തോല്, വൽക്കലം ഏവ മരവുരി, ഇതിൽ ഏതെങ്കിലും കിട്ടിയ അന്യത് അഭി മറ്റു വല്ലതുമായാലോ സംപ്രാപ്തം തുഷ്ടധീവസേ, എന്താ കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് സന്തോഷത്തോട് ഉടുക്കണമെന്ന് പറയുകയാണ്. നല്ല കേമായിട്ടുള്ള പട്ടുവസ്ത്രമാവും, ചിലപ്പോൾ സാധാരണ വസ്ത്രമാവും, ചിലപ്പോൾ കീറത്തുണിയാവും, ചിലപ്പോൾ അതിൽ മാന്തോലാവും, ചിലപ്പോൾ മരവുരിയാവും. ഇതൊക്കെ ഞാൻ സന്തോഷത്തോടുകൂടി ധരിക്കും. കൊജിശയേധരോപസ്ഥേ തൃണവർണ്ണാശ്മഭസ്മസു കൊജിൽ പ്രാസാദപര്യങ്കേ കശിവൗവാപരേച്ഛയാ. ഭക്ഷണത്തിൻ്റെ പറഞ്ഞു, വസ്ത്രത്തിൻ്റെ പറഞ്ഞു, അതേമാതിരി തന്നെ ചിലപ്പോൾ കൊജിൽ, ചിലപ്പോൾ ധരോപം, വെറും നിലത്താവും കിടക്കാം, ചിലപ്പോൾ തൃണവർണ്ണ അശ്മഭസ്മസു, ചിലപ്പോൾ പുല്ലിലോ ഇലയിലോ കല്ലിലോ വെണ്ണീറിലോ കിടക്കും. കൊജിൽ പരേച്ഛയ, ചിലപ്പോൾ അന്യരുടെ ഇച്ഛാനുസാരം അവർ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് പ്രാസാദപര്യങ്ക, മണിമാളികപ്പുറത്ത് കട്ടിലിൽ മേലെ കശിവൗവ പട്ടുമെത്തയിലോ ചയേ കടന്നിറങ്ങും എന്ന് പറയണേ. എന്താ കിട്ടിയില്ല, എവിടെ വെച്ചാൽ കടന്നിറങ്ങും, പാറപ്പുറത്തായാലും മണ്ണിലായാലും പൂഴിയിലായാലും ഭസ്മത്തിലായാലും, ഇനി അല്ലാന്നുണ്ടെങ്കിലോ പട്ട് കിടക്കയിൽ
വലിയ എന്താണ് ആ മാളികപ്പുറത്ത് പട്ടുകിടക്കയിലായാലും എവിടെയും കിടക്കും, ഞാൻ എന്നെ കൊണ്ടുപോകണ മാതിരി കടന്നിട്ട് ഓർമ്മയും ചെയ്യും. കൊച്ചിൽ സ്നാദോനുലിപ്തംഗ സുവാസാ ശ്രവ്യലങ്കൃത രഥേവാശ്വൈശ്ചരേ ക്വാവി ദിഗ്വാസ ഗ്രഹവൽ വിഭോ. ചില സമയത്ത് അങ്ങനെ അസുരശ്രേഷ്ഠ ഞാൻ അങ്ങനെ പോണ സമയത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് കുളിച്ച് നല്ല കുറിക്കൂട്ടൊക്കെ അണിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് പൂമാലയൊക്കെ അണിഞ്ഞ് നല്ല അലങ്കരിക്കപ്പെട്ടവനായിട്ട് രഥേഭാശ്വൈ തേരിലോ ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ യാത്ര ചെയ്യും. അവരാരെങ്കിലുമൊക്കെ ആൾക്കാരാരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നാലോ ക്വാവി എന്നാൽ ചിലപ്പോൾ ദിഗ്വാസ നഗ്നനായിട്ട് ഗ്രഹവൽ ഭൂതപ്രേതാദികളെ പോലെ അങ്ങനെ നടക്കുന്ന പറയുകയാണ്. നാഹം നിന്ദേ നചസ്തൗമി സ്വഭാവ വിഷമം ജനം ഏതേഷം ശ്രേയ ആശാസേ ഉദൈകാത്മ്യം മഹാത്മനി. സ്വഭാവ വിഷമം ജനം അഹം ന നിന്ദേ. ആ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരുള്ള സ്വഭാവ വ്യത്യാസമുള്ള ജനങ്ങളെ ഞാൻ ഒരിക്കലും നിന്ദിക്കാറില്ല. ന സ്തൗമിക സ്തുതിക്കാറില്ല എന്ന് പറയുകയാണ്. ഏതേഷം ഇവർക്ക് ശ്രേയ ഊത ഇവർക്ക് ശ്രേയസ്സും പിന്നെ മഹാത്മനി പരമാത്മാവിൽ ഐക്യഭാവവും ആശാസെ ആശംസിച്ചുകൊണ്ടിരിക്കുക. അതായത് നല്ലവരായാലും ചീത്തയായാലും എല്ലാവർക്കും നല്ലത് വരണേ, അവർക്ക് എല്ലാവർക്കും ആത്മജ്ഞാനം ഉണ്ടാവണേ, ഏകാത്മഭാവം അവർക്ക് എല്ലാവരും ഉദിക്കണേ, ആത്മപ്രകാശം ഉണ്ടാവണേ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കുന്ന വഴിയാണ്. വികൽപ്പം ജുഹയാൽ ചിത്തൗ താം മനസ്യർത്ഥ വിഭ്രമേ മനോവൈകാരികേ ഹുത്വാ തന്മായാം ജുഹോത്യനു ആത്മാനുഭൂതൗ താം മായാം ജുഹുയൽ സത്യദൃങ്മുനി തതോ നിരീഹോ വിരമിൽ സ്വാനുഭൂത്യാത്മനി സ്ഥിത. അങ്ങനെ ഈ സത്യദൃക്കായിട്ടുള്ള ഒരു മഹർഷി, മരണശീലനായിട്ടുള്ള ഒരു മുനി എന്ത് ചെയ്യണം? വികല്പം ഈ ഭേദഭാവനകളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ചിത്തൗ ജുഹയ ചിത്തവൃത്തികളിൽ ഹോമിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ ഭേദഭാവനകളൊക്കെ മനസ്സിൽ ഇല്ലാണ്ടേക്കണം എന്ന് പറയുകയാണ്. എന്നിട്ടോ താം അർത്ഥവിഭ്രമേ മനസ്സി അതിനെ ആ വിഷയങ്ങളുടെ വിഭ്രാന്തി ഉണ്ടാക്കുന്ന മനസ്സിലും മനസ്സിനെ വൈകാരികെ അഹങ്കാരത്തിലും ഹുത്വാ ഹോമിച്ച ശേഷം പിന്നെ അതിനെ അതായത് മനസ്സിനെ മായായാം ജുഹോതി മായയിൽ ഹോമിക്കുക. താം മായാം ആ മായയെ ആത്മാനുഭൂതിയിൽ ജുഹയാൽ ഹോമിക്കുക. അതിൽ പിന്നെ സ്വാനുഭവത്തിലൂടെ ആത്മസ്വരൂപത്തിൽ സ്ഥിതനായിട്ട് നിരീഹ അതായത് ഒന്നും പ്രവർത്തിക്കാണ്ട് ഒന്നിലും ആഗ്രഹമില്ലാണ്ട് നൈഷ്കർമ്മ്യാവസ്ഥയെ പ്രാപിച്ചിട്ട് വിരമിക്കണം. ഉപരമേ എന്നാണ്. സ്വാത്മവൃത്തം മഹേത്തം തേ സുഹുപ്തമവിവർണിതം വ്യവേദം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവൽപര. ഇത്തം സ്വാത്മവൃത്തം എൻ്റെ ഈ ആത്മകഥ ലോകശാസ്ത്രാഭ്യാം വ്യവേദം അങ്ങയെ സംബന്ധിച്ച് ലോകരീതിയിൽ നിന്നും ശാസ്ത്രവിധിയിൽ നിന്നൊക്കെ എന്തെങ്കിലും വ്യത്യാസമാണെന്ന് അങ്ങയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം. ഭവാനിക്ക് അങ്ങുന്നാണെങ്കിൽ എങ്ങനെയാണ് ഭഗവൽപരം ഭക്തനല്ലേ അങ്ങ് സുഗുപ്തം. അതിനാൽ രഹസ്യമെങ്കിലും തേ മയാ വർണ്ണിതം അങ്ങയോടേക്ക് ഇത് പറയാൻ വിരോധമില്ല. അങ്ങ് ഭഗവത് ഭക്തനായതുകൊണ്ട് അതങ്ങ് സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് ഇതൊക്കെ വർണ്ണിച്ചു തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അവധൂത ബ്രാഹ്മണൻ അങ്ങനെ പോയി. അതാണ് നാരദ ഉവാച ധർമ്മം പാരമഹംസം വൈ മുനേ ശ്രുത്വാ അസുരേശ്വര പൂജയിത്വാ തദപ്രീത ആമന്ത്രപ്രയൗ ഗൃഹം. ഇങ്ങനെ പരമഹംസന്മാരെ സംബന്ധിച്ചിട്ടുള്ള ഈ ധർമ്മത്തെ മുനി ശ്രുത്വ ആ മുനിയിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയ അസുരശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദൻ പ്രീതനായിട്ട് അദ്ദേഹത്തെ പൂജിച്ചിട്ട് ആമന്ത്ര്യ അദ്ദേഹത്തിന്റെ അനുവാദം മേടിച്ച് തഥ ഗൃഹം പ്രയോ അവിടെ നിന്ന് തൻ്റെ ആ ഭവനത്തിലേക്ക് അങ്ങോട്ട് തിരിച്ച് യാത്രയും ചെയ്തു എന്ന് പറയുകയാണ്. ഇവിടെ ഈ സന്യാസാശ്രമ ധർമ്മങ്ങളിലെ മുഖ്യ പ്രതിപാദ്യം ഈ പരമഹംസ ധർമ്മമാണെന്ന് പറയുകയാണ്. അതും ആ ധർമ്മം ആചരിക്കുന്നവരിൽ അഗ്രഗണ്യനായിട്ടുള്ള ദത്താത്രേയ മഹർഷിയുടെ ഒരു അനുഭവ രൂപേണയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിരനാരദ സംവാദേ യതിധർമ്മേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.